പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 6ാം ക്ലാസ്സിൻ്റെ മലയാളം അടിസ്ഥാന പാഠാവലി അടിസ്ഥാനമാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫാണ്. വായിക്കാം, എഴുതാം. നാം ഉയരങ്ങളെ സ്വപ്നം കാണണം, അപ്പോൾ നേട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. ഒരിക്കലും അസ്തമിക്കാത്ത സ്ഥിരോത്സാഹമാകട്ടെ നമ്മുടെ ജീവിതത്തിന് ഊർജം പകരുന്നത്. ശൂന്യാകാശത്തിന്റെ മാറിലൂടെ പാറിപ്പറക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കും സാധ്യമാക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. കഠിനമായ പരിശ്രമവും സാക്ഷാത്കാരത്തിനായുള്ള അക്ഷീണമായ പ്രയത്നവും നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്നതിൽ സംശയം വേണ്ട. ജീവിതത്തിന് ലക്ഷ്യം നൽകുവാനും അത് വ്യക്തമായി നിർവചിക്കാനും നമുക്ക് സാധ്യമാകാതെ വരുമ്പോഴാണ് നാം പരാജയത്തിലേക്ക് നീങ്ങുന്നത്. വിജയം ധീരരായിട്ടുള്ളവർക്കായി നൽകപ്പെട്ടിരിക്കുന്നു. കൽപ്പന ചൗളയുടെ കുറച്ച് വാക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്ത് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നേട്ടങ്ങൾ കടന്നു വരാൻ എന്ത് ചെയ്യണമെന്നാണ് കൽപ്പന ചൗള പറയുന്നത്. എന്ത് ചെയ്യണം? നാം ഉയരങ്ങളെ സ്വപ്നം കാണണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉയരങ്ങളെ സ്വപ്നം കാണണം. ജീവിതത്തിന് ഊർജം പകരുന്നത് എന്ത്? ജീവിതത്തിന് ഊർജം പകരുന്നത് എന്താണ്? അസ്തമിക്കാത്ത സ്ഥിരോത്സാഹം. അസ്തമിക്കാത്ത സ്ഥിരോത്സാഹമാണ് നമുക്ക് ഊർജം പകരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. കഠിനമായ പരിശ്രമം വിജയത്തിലെത്തിക്കും. ലക്ഷ്യസാക്ഷാത്കാരത്തിന് അക്ഷീണമായ പ്രയത്നം ആവശ്യമാണ്. ഇതിലേതാണ് ശരി? ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. പരാജയത്തിലേക്ക് നീങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ശൂന്യാകാശത്തിന്റെ മാറിലൂടെ പറക്കാൻ കഴിയുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യം നൽകാൻ കഴിയാതെ വരുന്നത്, ജീവിത ലക്ഷ്യം നിർവചിക്കാൻ കഴിയാതെ വരുന്നത്. അപ്പോൾ പരാജയത്തിലേക്ക് നീങ്ങാനുള്ള കാരണം 2ഉം 3ഉമാണ്. ജീവിതത്തിന് ലക്ഷ്യം നൽകാൻ കഴിയാതെ വരുന്നതും ജീവിത ലക്ഷ്യം നിർവചിക്കാൻ കഴിയാതെ വരുന്നതും. ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ശരി. അസ്തമിക്കാത്ത സ്ഥിരോത്സാഹത്തിന് പകരം നൽകാവുന്ന പദക്കൂട്ടം ഏതാണ്? അസ്തമിക്കാത്ത സ്ഥിരോത്സാഹം എന്നത് അക്ഷീണമായ പ്രയത്നം എന്ന് കൊടുക്കാം. അടുത്തത് തലക്കെട്ട് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. കൽപ്പന ചൗള എഴുതിയ മുകളിലെ ഖണ്ഡികയ്ക്ക് ഉചിതമായ തലക്കെട്ട് നൽകൂ. എന്തുകൊണ്ട് ആ തലക്കെട്ട് നൽകിയെന്നും വിശദമാക്കുക. ഒരു ഹെഡിങ് കൊടുക്കാനാണ്. നമുക്ക് അക്ഷീണമായ പ്രയത്നം എന്ന് തന്നെ പേര് കൊടുക്കാം. അക്ഷീണമായ പ്രയത്നം. എന്തുകൊണ്ട് ആ പേര് കൊടുക്കുന്നു എന്നുള്ളത് പറയാം. എന്തുകൊണ്ടായിരിക്കും? ക്ഷീണമായ പ്രയത്നം, അതായത് ജീവിത വിജയത്തിന് അസ്തമിക്കാത്ത സ്ഥിരോത്സാഹം കൂടിയേ തീരൂ എന്നാണ് കൽപ്പന ചൗള ഈ കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ഉയരങ്ങളെ സ്വപ്നം കാണാനും അതിനെ സ്ഥിരമായി പരിശ്രമിക്കാനും അവരാവശ്യപ്പെടുന്നു. അതിനാൽ ക്ഷീണ പ്രയത്നം എന്ന ഉചിതമായ തലക്കെട്ട് തന്നെയാണ്. അതായത് നമ്മൾ ഒരിക്കലും ആ ഉത്സാഹം വിടാതെ സൂക്ഷിച്ച് സ്ഥിരോത്സാഹത്തോടു കൂടി നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തലക്കെട്ട് അതിന് വളരെയധികം യോജിക്കുന്നതാണ്. അടുത്തത്. ഏകശാസനൻ അച്ഛൻ അവനെ ശിക്ഷിച്ചാലോ? ഇവിടെ ഏകശാസനൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകശാസനൻ, ശാസിക്കുന്നവൻ. ആരെ ശാസിക്കാൻ? സ്വേച്ഛാധികാരിയാണ്. ആരാണ്? സ്വേച്ഛാധികാരി. ഏകശാസനൻ, ഒറ്റ ശാസനൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? സ്വേച്ഛാധികാരിയാണ്. മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ തടസ്സങ്ങൾ മറികടക്കുന്നത് എങ്ങനെയെല്ലാമാണെന്നാണ് വാഗ്ഭടാനന്ദൻ പറയുന്നത്. ഉറക്കെ കരഞ്ഞുകൊണ്ട് കൈകാലിളക്കി മുട്ടുകുത്തി നടക്കാൻ ശ്രമിച്ചിട്ട് വീണാലും എഴുന്നേറ്റ് നിൽക്കാനും പിഞ്ചുകാലുകൾ ഊന്നി നടക്കാൻ തുടങ്ങുന്നു. ഏതാണ്? 2ഉം 3ഉമാണ്. മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ തടസ്സങ്ങൾ മറികടക്കുന്നത് എങ്ങനെയെല്ലാമാണ്? 2 കൈകാലിളക്കി മുട്ടുകുത്തി നടക്കാൻ ശ്രമിക്കുന്നതിലൂടെ, 3ാമത്തെ വീണാലും എഴുന്നേറ്റ് നിൽക്കാനും പിഞ്ചുകാലുകൾ ഊന്നി നടക്കാനും തുടങ്ങുന്നതിലൂടെ. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അച്ഛൻ്റെ സമ്മാനമാം പൊന്നുമായി നിൽക്കുന്നേരെ തപ്പുവിനുണ്ടായി തീർന്നത് അസ്വസ്ഥം പല മട്ടിൽ ഇതിനി കളഞ്ഞാലോ തല്ലുകൊള്ളുമെന്നേട്ടൻ ഇത് നാലായിട്ടുണ്ടാം നാളേക്കെന്നുടനമ്മേ. എൻ്റെ പെണ്ണിനെ തൊട്ടു പോയാൽ എന്നേടത്തി താൻ എന്തൊക്കെ താക്കീതുകളാണതോടൊപ്പം അപ്പുവിനോട് വീട്ടിൽ നിന്നും ഇങ്ങനെ പെരുമാറിയത് ശരിയായോ? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അപ്പുവിനോട് ചെയ്തത് ശരിയായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്
ഏതിലെ വരികളാണെന്നുള്ളത് ആദ്യം എഴുതണം. ഏതിലെ വരികളാണ്? ഇടശ്ശേരിയുടെ ഉടമസ്ഥത എന്ന കവിതയിലെ ഒരു ആദ്യ വരികളാണിത്. അച്ഛൻ, അതിലെ ആശയം എഴുതണം. ഇനി ആ വരികളിലെ ആശയം എന്താണെന്ന് എഴുതണം. അച്ഛൻ അപ്പുവിനൊരു പേന സമ്മാനമായി നൽകുന്നു. അപ്പോൾ തന്നെ ചേട്ടനും അമ്മയും ചേച്ചിയും പ്രതികരണവുമായി എത്തി. ഇത് കളഞ്ഞാൽ എന്ത് കിട്ടും നിനക്ക്? നല്ല തല്ല് കിട്ടുമെന്നാണ് ഏട്ടൻ പറയുന്നത്. ഈ പേന നാളെ ആകുമ്പോഴേക്കും 4 കഷ്ണമാക്കി ഇവൻ മാറ്റുമെന്നാണ് അമ്മ പറയുന്നത്. മാത്രമല്ല എൻ്റെ പേനയെ നീ ഇനി തൊട്ടു പോകരുതെന്ന് ചേച്ചിയും അവനെ കുറ്റപ്പെടുത്തി. എൻ്റെ പേന നിനക്ക് പേന കിട്ടി, ഇനിയിപ്പോൾ നീ എൻ്റെ പേന തൊട്ടു പോകരുതെന്ന് ചേച്ചി. എല്ലാവരും പ്രതികരണവുമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വീട്ടിലെ അച്ഛനൊഴിച്ച് 3 പേരും അവനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ നമുക്ക് പോലും സങ്കടം തോന്നും. ആ കുറ്റപ്പെടുത്തലുകൾ അവനെ മാത്രമല്ല സങ്കടപ്പെടുത്തിയത്, നമ്മൾ ഓരോരുത്തരെയാണ്. അച്ഛൻ പറഞ്ഞതാണ് ശരി. നിങ്ങളൊരു സമ്മാനത്തെ വാടകച്ചരക്കായി കണ്ടു. അത് ശരിയല്ല. സമ്മാനം സമ്മാനം തന്നെ. അങ്ങനെ കാണണമായിരുന്നു എല്ലാവരും. ആദ്യം തന്നെ നെഗറ്റീവാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അത് അവരെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇടശ്ശേരിയുടെ ഉടമസ്ഥത എന്ന കവിതയിലെ ഈ വരികൾ എത്രത്തോളം രസമുണ്ട് എന്നൊക്കെ രീതിയിൽ നിങ്ങളത് എഴുതാനാണ് പറയുന്നത്. ആ പ്രവൃത്തി അവരുടെ അമ്മയുടെയും ചേച്ചിയുടെയും സഹോദരൻ്റെയും ചേട്ടൻ്റെയും പ്രവൃത്തികൾ നമ്മുടെ അഭിപ്രായത്തിൽ എന്താണ്? ശരിയായി തോന്നിയില്ല. അവരുടെ പ്രവൃത്തി ശരിയായിട്ട് തോന്നിയില്ല എന്നും പറഞ്ഞിട്ട് എഴുതുക. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. അത് കുഞ്ഞിരാമനായിരുന്നു. അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയും ആയപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി. എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലത്ത് കൊണ്ടുവന്ന് കിടത്തി ശുശ്രൂഷിച്ചു. ഉറൂബ എഴുതിയ നോവൽ ഭാഗമായ ആ രക്തം മാഞ്ഞു പോയില്ല എന്നതിൽ നിന്നും എടുത്ത ഭാഗമാണ് മുകളിൽ കൊടുത്തത്. കുഞ്ഞിരാമന്റെ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പാക്കുക എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അതിനകത്ത് എഴുതേണ്ടത്. അപ്പോൾ ഏതാണത്? കുഞ്ഞിരാമൻ മാതൃകാപരമായ പ്രവൃത്തിയാണ് ഇവിടെ നടത്തിയത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ വടക്കൻ നമ്പ്യാരെ വിദേശ വസ്ത്ര ബഹിഷ്കരണ പിക്കറ്റിംഗ് സമരത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി പോലീസ് ഒരു വയലിൽ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചു. പോലീസ് ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് മുഖത്തടക്കം തുഴിച്ചു. വടക്കൻ നമ്പ്യാരുടെ ചോര ആ വയലിൽ ഇറ്റിറ്റു വീണു. അയാൾ ബോധരഹിതനായി നിലംപതിച്ചു. ആളുകൾ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അവിടെയാണ് ധീരനായ കുഞ്ഞിരാമൻ ഒരു പാത്രത്തിൽ വെള്ളവുമായി പാടത്തേക്ക് ഇറങ്ങിയത്. വടക്കൻ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിക്കുകയും ബോധം വന്നപ്പോൾ കുടിക്കാൻ വെള്ളം നൽകുകയും ചെയ്തു. ഇത് കണ്ട് മറ്റു കുട്ടികളും രംഗത്ത് വരികയും വടക്കൻ നമ്പ്യാരെ താങ്ങിയെടുത്ത് തണലത്ത് കൊണ്ടുപോയി കിടത്തി ശുശ്രൂഷിക്കുകയും ചെയ്തു. പോലീസ് ഈ വിവരം അറിഞ്ഞ് പിറ്റേന്ന് സ്കൂളിൽ എത്തുന്നുണ്ട്. പോലീസിനോട് താൻ ഒരു സ്കൗട്ടിന്റെ ചുമതലയാണ് നിർവഹിച്ചത് എന്നായിരുന്നു കുഞ്ഞിരാമന്റെ മറുപടി. കുഞ്ഞിരാമൻ ധീരനായിരുന്നു. ഇത് കേവലം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും അവൻ തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ് കിടക്കുന്ന ഒരാളെ സംരക്ഷിക്കുക കൂടി ചെയ്തതിലൂടെ അവൻ്റെ വാക്കുകൾ മാത്രമല്ല അവൻ്റെ പ്രവൃത്തിയിലൂടെ അവനത് ധീരനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പ്രസംഗം തയ്യാറാക്കാനാണ്. ആയുധ വിദ്യാഭ്യാസത്തിന്റെ അവസാന ദിവസം അർജുനനെ വെല്ലുവിളിച്ച് വേദിയിലെത്തിയ കർണനെ കുലമഹിമ പറഞ്ഞ് അപമാനിക്കുന്ന കൃപാചാര്യരെ നാം കണ്ടു. അപമാനിക്കപ്പെട്ട കർണനെ സുഹൃത്തായ ദുര്യോധനൻ സ്വാന്തനിപ്പിക്കുകയും അംഗരാജ്യത്തിന്റെ അധിപനായി അവരോധിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം ഉദാഹരിച്ചുകൊണ്ട് സൗഹൃദത്തിലൂടെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രസംഗം തയ്യാറാക്കുക. അപ്പൊ എന്താണ് പ്രസംഗത്തിന്റെ പേര്? സൗഹൃദത്തിലൂടെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം നമ്മൾ അവരെ ഇത് ചെയ്യണം. സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ. മഹാഭാരതത്തിലെ അതിശക്തമായ ഒരു രംഗം അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തുടങ്ങാം. കൗരവരുടെയും പാണ്ഡവരുടെയും ആയുധ വിദ്യ പ്രദർശിപ്പിക്കുന്ന രംഗവേദിയിൽ അർജുനന് തുല്യനായി കർണൻ ഉയർന്നു വരുന്നു. എന്നാൽ കർണന്റെ കഴിവ് കാണുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ കുലമഹിമ തിരിഞ്ഞ് അപമാനിക്കാനാണ് അന്ന് കൃപാചാര്യർ ശ്രമിച്ചത്. രാജകുമാരനല്ലാത്തവന് അർജുനനോട് മത്സരിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് ലോകത്തിനു മുന്നിൽ കർണന്റെ വ്യക്തിത്വത്തെ ചങ്ങലക്കിടാനാണ് അവിടെ ശ്രമം നടന്നത്. അവിടെയാണ് ദുര്യോധനൻ എന്ന സുഹൃത്തിന്റെ ഇടപെടൽ പ്രസക്തമാകുന്നത്. ലോകം കർണനെ സൂതപുത്രൻ എന്ന് വിളിച്ചു മാറ്റി നിർത്തിയപ്പോൾ തന്റെ സുഹൃത്തിന് അർഹമായ അന്തസ്സും സ്വാതന്ത്ര്യവും നൽകാനായി ദുര്യോധനൻ അദ്ദേഹത്തെ അംഗരാജ്യത്തിന്റെ രാജാവായി വഹിച്ചു. ഇവിടെ നാം കാണുന്നത് സൗഹൃദത്തിലൂടെ കൈവരുന്ന സ്വാതന്ത്ര്യമാണ്. എന്താണ് സൗഹൃദത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം? ലോകം നിങ്ങളെ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുകയും അതിന് ആകാശത്തോളം ഉയരാൻ ചിറകുകൾ നൽകുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സൗഹൃദം. ദുര്യോധനൻ കർണന് നൽകിയത് കേവലം ഒരു രാജ്യമല്ല, മറിച്ച് തലയുയർത്തി നിൽക്കാനുള്ള ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവുമാണ്.
ജാതിയുടെയോ കുലത്തിന്റെയോ സമ്പത്തിന്റെയോ പേരിൽ സമൂഹം വ്യക്തികളെ വേർതിരിക്കുമ്പോൾ ആ വേലിക്കെട്ടുകൾ തകർക്കാൻ സൗഹൃദത്തിന് കഴിയും. സൗഹൃദത്തിന്റെ തണലിൽ ഒരാൾക്ക് ഭയമില്ലാതെ വിഹരിക്കാൻ കഴിയുന്നു. ഒരു സുഹൃത്ത് നൽകുന്ന പിന്തുണ നമ്മുടെ പരിമിതികളെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്നു. കർണന്റെ ജീവിതത്തിൽ ദുര്യോധനൻ നൽകിയ സ്ഥാനം അദ്ദേഹത്തിന് ആയുധവിദ്യയിൽ തന്റെ പൂർണ്ണത തെളിയിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. സൗഹൃദം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, അതൊരു വിമോചനമാണ്. ഒരാൾ തളരുമ്പോൾ താങ്ങാവാനും ഒറ്റപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കാനും കഴിയുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും സ്വതന്ത്രനാണ്. തളർന്നുപോയ ഒരു സുഹൃത്തിന് അന്തസ്സോടെ ജീവിക്കാൻ അവസരം നൽകിയ ദുര്യോധനന്റെ പ്രവൃത്തി സൗഹൃദത്തിന്റെ മഹത്തായ മാതൃകയാണ്. നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് തണലാകാം. അവരുടെ സ്വപ്നങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സുഹൃത്തുക്കളായി മാറാം. നന്ദി, നമസ്കാരം. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത്. അപ്പോൾ സൗഹൃദത്തിൻ്റെ വശങ്ങളെക്കുറിച്ചും പിന്നെ ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തിയുമൊക്കെയാണ് നമ്മൾ പ്രസംഗം തയ്യാറാക്കേണ്ടത്. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവും എല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കും. ഏത് കൃത്രിമമായ ഇതര ഭാഷ അന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ പലതാക്കി പിരിക്കുന്നു. അപ്പോൾ മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന ലേഖനത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് മുകളിൽ പറഞ്ഞ വരികൾ. അപ്പം മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ലഘുപ്രസംഗം തയ്യാറാക്കാനാണ്. ആദ്യത്തെ പറഞ്ഞത് സൗഹൃദത്തിലൂടെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലഘുപ്രസംഗം തയ്യാറാക്കാനാണ്. മാതൃഭാഷയുടെ ഇതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആദ്യം. എങ്ങനെയാണ്? ആദരണീയരായ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും എന്ന ഡോക്ടർ പി പവിത്രന്റെ നിരീക്ഷണം എത്രത്തോളമാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? മാതൃഭാഷ വെറും ഒരു വിനിമയ ഉപാധിയല്ല, മറിച്ച് നമ്മുടെ വികാരങ്ങളുടെയും സ്വത്വത്തിന്റെയും ആഴത്തിലുള്ള അടയാളമാണ്. ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്നേഹമായാലും ദേഷ്യമായാലും ഭയമായാലും അത് ഏറ്റവും തീവ്രമായി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് മാതൃഭാഷയിലാണ്. അറിവിനെ കേവലമായ വിവരങ്ങൾ എന്നതിലുപരി ഒരു അനുഭൂതിയാക്കി മാറ്റാൻ മാതൃഭാഷയിലുള്ള പഠനത്തിന് സാധിക്കുന്നു. ഒരു ജനതയുടെ ചരിത്രവും പാരമ്പര്യവും മൂല്യങ്ങളും നിലനിൽക്കുന്നത് അവരുടെ ഭാഷയിലാണ്. മാതൃഭാഷയെ കൈവിടുന്നത് നമ്മുടെ വേരുകളെ മുറിച്ചു മാറ്റുന്നതിന് തുല്യമാണ്. സാഹിത്യത്തിലൂടെയും കലകളിലൂടെയും നമ്മുടെ ഭാവനയെ വികസിപ്പിക്കാൻ മാതൃഭാഷ സഹായിക്കുന്നു. ഒരു അനുഭവത്തെ പലതാക്കി മാറ്റാനും ലോകത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാനും മാതൃഭാഷയിലുള്ള സാഹിത്യം നമ്മെ പ്രാപ്തരാക്കുന്നു. അന്യഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ്. അത് ലോകത്തേക്ക് പുതിയ വാതിലുകൾ തുറന്നു തരും. എന്നാൽ ആ വാതിലുകളിലൂടെ പുറത്തു പോകുമ്പോഴും നമ്മുടെ തനിമ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മാതൃഭാഷ എന്ന അടിത്തറ ശക്തമായിരിക്കണം. ചിന്തകൾക്ക് വ്യക്തതയും വികാരങ്ങൾക്ക് ആഴവും നൽകുന്ന നമ്മുടെ മാതൃഭാഷയെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. ഭാഷാഭിമാനം വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് അത് നമ്മെ നമ്മളാക്കി മാറ്റുന്ന കരുത്താണെന്ന് തിരിച്ചറിയാം. നമസ്കാരം. അപ്പോൾ മാതൃഭാഷയെ കുറിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് വായനാനുഭവം. അടുത്ത ക്വസ്റ്റ്യൻ, ആ രക്തം മാഞ്ഞു പോയില്ല എന്ന നോവൽ ഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് വടക്കൻ നമ്പ്യാർ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പൊ വടക്കൻ നമ്പ്യാർ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. വടക്കൻ നമ്പ്യാർ ആരുടെ കഥാപാത്രമാണെന്ന് നമ്മൾ പറയണം. PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. 3 തലമുറകളുടെ കഥ പറയുന്ന ഒരു നോവലാണിത്. നോവലിലെ കേന്ദ്ര കഥാപാത്രം കുഞ്ഞിരാമനാണ്. അതേപോലെ ഒട്ടേറെ കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട്. അതിൽ തന്നെ മിഴിവുറ്റൊരു കഥാപാത്രമാണ് വടക്കൻ നമ്പ്യാർ. ഇനി വടക്കൻ നമ്പ്യാരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരത്തിന്റെ ഭാഗമായി പിക്കറ്റിംഗ് നടത്താനായി 2 സമരഭടന്മാർ എത്തുന്നു. അതിലൊരാൾ സുഗമനും ദൃഢകായകനുമായ വടക്കൻ നമ്പ്യാരാണ്. പിക്കറ്റിംഗ് ആരംഭിച്ച അരമണിക്കൂറിൽ പോലീസ് എത്തി 2 പേരെയും അറസ്റ്റ് ചെയ്തു. വടക്കൻ നമ്പ്യാരെ സ്കൂളിന് കിഴക്കുപുറത്തുള്ള ഒരൊഴിഞ്ഞ പാടത്തേക്ക് കൊണ്ടുപോയി. മലബാറിൽ നിന്നുമുള്ള ഒരു പോരാളിയായതിനാൽ വടക്കൻ നമ്പ്യാരെ ഇൻസ്പെക്ടർ കണക്കറ്റ് അധിക്ഷേപിക്കുന്നു.
നിന്റെ രാജ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞിടോ, ഇങ്ങോട്ട് വരാൻ എന്നാണ് ഇൻസ്പെക്ടർ ചോദിച്ചത്. പിന്നീട് നടന്നത് ക്രൂരമർദ്ദനമായിരുന്നു. ബൂട്ട്സിട്ട കാലുകൾ കൊണ്ട് കടുത്ത മർദ്ദനം. അദ്ദേഹത്തിന്റെ രക്തം അവിടെ ഇറ്റിറ്റു വീണു. ആ രക്തത്തിലൂടെയാണ് ഇൻസ്പെക്ടർ നടന്നുപോയത്. വടക്കൻ നമ്പ്യാരുടെ രക്തം മാഞ്ഞു പോയില്ല എന്ന് നോവലിസ്റ്റ് പറയുന്നു. ആയിരം വർഷങ്ങളിലെ മനുഷ്യ തപസ്സിന്റെ തേജസ് അതിൽ ഊറിക്കിടപ്പുണ്ട്. എന്നും മേൽപോട്ട് വരുന്ന മനുഷ്യാത്മാവ് ഭൂമിയിൽ ശക്തിയായി നിക്ഷേപിക്കുന്ന വിത്തുക്കളാണ് ആ രക്തബിന്ദുക്കൾ എന്ന് നോവലിൽ പറയുന്നു. ആ ചെറുപ്പക്കാരന്റെ ശരീരവർണ്ണന പിന്നീട് എഴുത്തുകാരൻ നടത്തുന്നു. ഒരു കോൽ വീതിയുള്ള മാറിടം, ദീർഘബലിഷ്ഠമാങ്ങളായ കൈകൾ, കുടുങ്ങിയ അരക്കെട്ട്, ചന്ദനത്തിന്റെ വർണ്ണം, ഒറ്റയടിക്ക് 5 പേരെ തെറിപ്പിക്കാവുന്ന ശക്തി. എന്നിട്ടും അദ്ദേഹം പോലീസിനെതിരെ പ്രതികരിക്കുന്നില്ല. ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര പരമ്പരയിലെ പോരാളിയാണ് അദ്ദേഹവും. ഈ നോവലിലെ ഒരു പ്രമുഖ കഥാപാത്രമാണ് വടക്കൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ പോരാട്ട വീറ് കാണിച്ചു തരുന്ന ഒരു നോവൽ ഭാഗമാണിത്. ഇതുപോലുള്ള ധീരമായ അനേകം പോരാളികളുടെ ശ്രമഫലമാണ് നമുക്കിന്ന് ലഭിച്ച സ്വാതന്ത്ര്യം. അപ്പോൾ വടക്കൻ നമ്പ്യാരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇതിലെ കഥാപാത്രമാണ്, ആരുടെ കഥാപാത്രമാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകള്, രീതികള്, അദ്ദേഹത്തിന്റെ ചരിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണം നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം നടത്താൻ. ഏത് കഥയാണെങ്കിലും കഥാപാത്രം അങ്ങനെ വേണം നടത്താനായിട്ട്. അടുത്തതൊരു വായനാനുഭവം തയ്യാറാക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ വായനാനുഭവം. കുറച്ച് മുമ്പ് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വായനാനുഭവം, കഥയായിക്കോട്ടെ കവിതയായിക്കോട്ടെ, അതിൻ്റെ വായനാനുഭവത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലൂയിസ് കരോൾ രചിച്ച ലോകപ്രശസ്തമായ ബാലസാഹിത്യ കൃതിയാണ് ആലീസിന്റെ അത്ഭുത ലോകം. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ പുസ്തകം ഭാവനയുടെയും യുക്തിരഹിതമായ തമാശകളുടെയും ഒരു കലവറയാണ്. ആലീസ് എന്ന കൊച്ചു പെൺകുട്ടി ഒരു മുയൽക്കുഴലിന്റെ അബദ്ധത്തിൽ വീഴുന്നതും തുടർന്ന് അവൾ എത്തുന്ന വിചിത്രമായ ലോകവുമാണ് ഈ കഥയുടെ പ്രമേയം. അവിടെ അവൾ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സാധാരണ ലോകത്തിൻ്റെതുപോലെയല്ല. സംസാരിക്കുന്ന മുയൽ, അപ്രത്യക്ഷമാകുന്ന പൂച്ച, ചായസൽക്കാരം നടത്തുന്ന തൊപ്പിക്കാരൻ, ചീട്ടു രാജകുമാരി എന്നിങ്ങനെ വിചിത്രമായ നിരവധി കഥാപാത്രങ്ങളെ അവൾ അവിടെ കണ്ടുമുട്ടുന്നു. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുടനീളം സംഭവിക്കുന്നത്. ആലീസിന്റെ ശരീരത്തിന്റെ വലിപ്പം കൂടുന്നതും കുറയുന്നതും, മൃഗങ്ങൾ മനുഷ്യരെ പോലെ സംസാരിക്കുന്നതും വായനക്കാരെ അത്ഭുതപ്പെടുത്തും. വാക്കുകൾ കൊണ്ടുള്ള കളികളും തമാശ കലർന്ന സംഭാഷണങ്ങളും ഈ കൃതിയെ വ്യത്യസ്തമാക്കുന്നു. വളരെ ലളിതവും രസകരവുമായ ശൈലിയാണ് കഥയിൽ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ആഴത്തിൽ ചിന്തിച്ച നമ്മുടെ സമൂഹത്തിലെ നിയമങ്ങളെയും പെരുമാറ്റ രീതികളെയും പരിഹസിക്കുന്ന ചില വശങ്ങൾ ഇതിൽ കാണാനായിട്ട് കഴിയും. മുതിർന്നവർക്ക് ഇതൊരു ആക്ഷേപഹാസ്യമായി തോന്നുമ്പോൾ കുട്ടികൾക്ക് ഇതൊരു മാന്ത്രിക ലോകമാണ്. യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്ന് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് വായനക്കാരെ കൊണ്ടുപോകുന്ന ഒരു അത്ഭുത യാത്രയാണിത്. വായനക്കാരുടെ ഭാവനയെ ഉണർത്താൻ സഹായിക്കുന്ന ഈ കൃതി ലോകത്തെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കഥയോ കവിതയോ എന്ന രീതിയിൽ നിങ്ങളുടെ ആ വായനാനുഭവം, ആ കഥയുടെ പ്രത്യേകത, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ ഭംഗികൾ ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു വായനാനുഭവം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മലയാളം അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.